കാണാൻ ആഗ്രഹിച്ച കാളികേശമെത്തി. കന്യാകുമാരി ജില്ലയിലെ കന്യാകുമാരി വന്യജീവി സങ്കേതത്തിലാണ് കാളികേശം സ്ഥിതി ചെയ്യുന്നത്. കാളികേശം എന്നാൽ കാളിയുടെ മുടി എന്നാണ് അർത്ഥം. ഈ വനത്തിൽ കരടി, ആന എന്നീ മറ്റ് മൃഗങ്ങൾ ഉണ്ടെങ്കിലും പക്ഷി നിരീക്ഷകരുടെ സ്ഥലമാണ് ഈ സ്ഥലം. കാട്ടാറിൻ്റെ തീരത്താണ് മനോഹരമായ കാളികേശം ക്ഷേത്രം ഇരിക്കുന്നത്. കാളീക്ഷേത്രം തന്നെയാണ് കാളികേശം എന്ന പേര് വരാനുള്ള കാരണവും. ക്ഷേത്രത്തിൻ്റെ തീരത്ത് കൂടി ഒഴുകുന്ന നദിയാണ് പെരിഞ്ചാണി നദി, അല്ലെങ്കിൽ പരളയാറെന്നും വിളിക്കാറുണ്ട്. ഉരുളൻ കല്ലുകളിൽ തട്ടി നദി ഒഴുകുന്ന സുന്ദരമായ കാഴ്ചയാണ് ഇവിടം. പുരാതനമായ ഒരു കാനന ക്ഷേത്രമാണ് കാളികേശം. കാട്ടിലിരിക്കുന്ന കാടിൻ്റെ മക്കളുടെ ഈ കരിങ്കാളി ക്ഷേത്രവും ഇന്ന് പൂജാകർമ്മം ചെയ്യുന്നത് പുറത്തുനിന്ന് വരുന്ന അന്യവിഭാഗത്തിൽപ്പെട്ട പൂജാരിമാരാണ്. ഇവിടെയും കാടിൻ്റെ മക്കളുടെ പാരമ്പര്യ പൂജകൾ ഇല്ലാതായി. തായ്ലൻഡിനോട് അനുസ്മരിപ്പിക്കുന്ന നദിയും ചുറ്റുമുള്ള കാടും പാറക്കല്ലുകളുമുള്ള ഒരു പ്രദേശമാണ് ഇവിടം. പെരിഞ്ചാണി നദിയുടെ ഉത്ഭവം അഗസ്ത്യമലയിൽ നിന്ന് വരുന്ന താമ്രപർണി നദിയുടെ ഒരു പോഷക നദിയാണ്. കരിങ്കാളിയുടെ പ്രതിഷ്ഠയോടൊപ്പം കാടിൻ്റെ അധിപനും തമിഴ് മക്കളുടെ കാവൽ ദൈവവുമായ കറുപ്പുസ്വാമിയുടെ വലിയ പ്രതിഷ്ഠയുമുണ്ട് ഇവിടെ. കാണി സമുദായത്തിലെ കാടിൻ്റെ മക്കളാണ് ഈ കാട്ടിലും ജീവിക്കുന്നത്. എന്തായാലും ഞാൻ കൂടുതലായി പറഞ്ഞ് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. കാട് അണിയിച്ചൊരുക്കിയതും അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന താമ്രപർണി നദിയുടെ പോഷക നദിയായ പെരിഞ്ചാണി നദിയുടെ തീരത്തിരിക്കുന്ന കാളികേശം നിങ്ങളും തീർച്ചയായും ചെന്ന് കണ്ട് അനുഭവിച്ച് ആസ്വദിക്കുക.